പഴം നിറച്ചത്, സ്റ്റഫ്ഡ് ബനാന, നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ്. ഇതുണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചത് 2 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ്. അത് തൊലിയുരിഞ്ഞ് വെച്ചു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് തേങ്ങ എടുത്ത് അത് ചിരവിയെടുത്തു. ആദ്യം ഒരു പാൻ എടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു, വേവിപ്പിച്ചെടുത്തു. അതിലേക്ക് 2 സ്പൂണ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതൊന്ന് വേവിപ്പിച്ചെടുത്തു. ഇനി അതിലേക്ക് ഒരു ഏലക്കായ പൊടിച്ചിട്ട് കൊടുത്തു. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി പഴം നമുക്കെടുത്ത് നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഭാഗം കട്ട് ചെയ്ത് സെൻറ്ററിൽ മാത്രം കട്ട് ചെയ്യാം. രണ്ട് കഷ്ണങ്ങളാക്കരുത്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പഴവും അതുപോലെ കീറിയെടുക്കാം. പഴത്തിൻ്റെ വയറൊന്ന് കീറിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാ മിക്സ് ആഡ് ചെയ്യണം. പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി തേങ്ങാ മിക്സ് ആഡ് ചെയ്യാം. പഴം 2 കഷ്ണം ആകിപ്പോകാതെ നമുക്കൊന്ന് നന്നായൊന്ന് അതിലേക്ക് ഈ സ്വീറ്റ് തേങ്ങ മിക്സ് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. 2 പഴം നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് കുറച്ച് മൈദ എടുത്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ പേസ്റ്റ് നമുക്കിനി ഈ പഴം കീറിയ ഭാഗത്തുനിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി പേസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാറാണ്, ഞാൻ പൊരിച്ചെടുക്കുന്നില്ല. വെളിച്ചെണ്ണ ഉപയോഗം കുറച്ചതുകൊണ്ട് ഞാനൊന്ന് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വെളിച്ചെണ്ണ കുറച്ച് ഫ്രൈ ചെയ്യുകയാണ്. അങ്ങനെ മാറ്റി 2 ഭാഗവും 3 ഭാഗവും എല്ലാ ഭാഗവും മാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം നിറച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിലുള്ള കടകളിലും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ സ്നാക്സാണ്. അടിപൊളി ടേസ്റ്റാണിത്. പഴം നിറച്ചത് ഒന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുക. കട്ട് ചെയ്ത് ഓരോ പീസാക്കി എടുത്ത് കഴിക്കാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഓരോ പഴം ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. നമുക്ക് ഓരോ കഷ്ണങ്ങളാക്കി എടുത്ത് കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അടിപൊളി സ്നാക്സാണ്. താങ്ക് യു.